കാണിക്കാന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതാ മുറ്റൊക്കെ അടിച്ചേരി. അപ്പോൾ എന്നാൽ വൃത്തിയായി കണ്ടപ്പോൾ ഒരു സംതൃപ്തി. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ പിന്നെ അങ്ങനെ കുറേ ദിവസമായിട്ട് എൻ്റെ പ്ലാവിൻ്റെ മുറ്റത്ത് തന്നെ അടിച്ച പ്ലാവിൻ്റെ അടുത്തുണ്ട് ഒരു കരിയപ്പുന്ന കുറേ ആയി കാണുന്നു. അപ്പോൾ ഇതൊന്ന് മാറ്റി കുഴിച്ചണം അങ്ങനെ വിചാരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചട്ടിയും കാര്യങ്ങളും മണ്ണൊക്കെ ഉണ്ട്. ഇനി അന്ന് ചെടിയൊക്കെ ഇതിന് മുന്നേ കുറേ ചെടിയൊക്കെ ആക്കി, അതിൻ്റെയൊക്കെ മണ്ണുണ്ട്, അതിൽ കുറേ വളക്കെട്ട മണ്ണാണ്. അപ്പോൾ ഞാനത് ഒഴിവാക്കാതെ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൽ തന്നെ കുറച്ചും കൂടെ ചാണകപ്പൊടി ഉണ്ട്. ഇനി പണ്ട് ഉദയത്തിന് വേണ്ടി പോത്ത് വാങ്ങി 2 വർഷം മുന്നത്തെ പോത്തിൻ്റെ ചാണകം ഞാനൊരു ഇതിലെടുത്ത് വെച്ചിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങി പൊടിയായിന്. അപ്പോൾ അതും കുറച്ച് പച്ചക്കറിൻ്റെ വേസ്റ്റുകളൊക്കെ ഒക്കെ ആക്കി മണ്ണൊക്കെ ഒന്ന് അങ്ങോട്ടൊന്ന് മറിച്ചൊക്കെ കൊടുത്തു. ഇതാണ് കേട്ടോ കരിയപ്പൻ തൈ. അതിങ്ങനെ വികാസം അടി വേര് പൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ എടുക്കുകയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തേനോടൊക്കെ വലിയ ഇഷ്ടമാണ്, മടിയുമാണ്. ഇങ്ങനെയൊക്കെ പച്ചക്കറി കാണാനും ഉണ്ടാക്കാനും ഒക്കെ ഒരു താല്പര്യമുണ്ട്. അതെങ്ങനെ എന്താ അന്നൊന്നല്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചൊക്കെ ആക്കിയിട്ട് ചീര പയർ അങ്ങനെയൊക്കെ കുറേ ആക്കിന്. അന്ന് മോൾക്കൊന്നും ഇല്ലാത്തതിന് വാർപ്പിൻ്റെ മുകളിൽ ഉണ്ടാക്കിയത്. തക്കാളി ഉണ്ടായിനി, കയ്പ ഉണ്ടായിനി, വെള്ളേരി ഉണ്ടായിനി, അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിനി. വെണ്ടക്ക, പിന്നെ വഴുതീന, അതുപോലെ പയറൊക്കെ ഒരുപാട് പയറുണ്ടായിനി, മുളക് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ. തക്കാളി കുറച്ചൊക്കെ ഉണ്ടായിട്ടുള്ളൂ, അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇഷ്ടമൊക്കെയാണ്. ഇങ്ങനെയൊക്കെ എന്തൊക്കെ ചിലപ്പോൾ ഒരു മടിയാണ്. അപ്പോൾ ഞാൻ ചേച്ചി കരിയപ്പൻ ഇങ്ങനെയുള്ള ഇതിലേക്ക് വെക്കട്ടെ. ഒരു കരിയപ്പൻ ഇവിടെ ഉണ്ട് കേട്ടോ, കുറച്ചൊക്കെ വലിപ്പമുണ്ട്. അത് ഇടയ്ക്ക് നല്ല ഇലച്ച് നിൽക്കും, ചിലപ്പോൾ നട്ടുണ്ടാവില്ല. അത് സാധാരണ ഞാനിങ്ങനെ വാങ്ങിയതേനി, പിന്നെ ഇതിൻ്റെ വാങ്ങിയതാണ്. ചെടികളും ഒക്കെ വിൽക്കണ കട ഉണ്ടാവില്ലേ, അതിന് വാങ്ങിയിട്ട് അങ്ങനെ വെച്ചിട്ട്. അപ്പം ചെറിയ തയ്യന് വലുതായൊക്കെ ചെയ്ത് നല്ലതൊക്കെ ആയിനി. അപ്പം നോട്ടം കുറയുമ്പോഴത്തെ പിന്നെ അത് പോവും, അതിന് ഇതാവും. അപ്പം ഞാൻ ഉണ്ടാവും ഇപ്പോൾ ഒക്കെ റെഡിയാക്കിക്കണ്. പിന്നെ ഇടയ്ക്കൊക്കെ എടുക്കിട്ടില്ല. ഇതിപ്പോൾ ഒരു തൈ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനെ വെറുതെ ഞാൻ നിലത്ത് കിള കീറിങ്ങാണ്ട് മണ്ണിൽ ആക്കിയതാണ്, നമ്മളെ സ്ഥലത്ത് തന്നെ, തൊടി തന്നെ. ഇത് പിന്നെ ഞാൻ അങ്ങനെ ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ, ചട്ടിയിലാക്കിയാണ്ട് വെക്കാം, എന്താ പാട് നോക്കാമെന്ന് വിചാരിച്ചാണ്ട് അതൊക്കെ ശരിയാക്കി വെച്ചാണ്ട് പിന്നെ ഞാൻ അകത്ത് വന്ന് കയറിയപ്പോൾ മോളും അടിച്ചു തരുന്നത് കണ്ടപ്പോൾ ഞാൻ അതൊരു വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പം പിന്നെ അടിച്ചു തരിക ഓളതൊക്കെ ചെയ്യാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസ് മേലാക്കിട്ടോ, ചോറ് പിന്നെ ഗ്യാസ് മേലാക്കി എൻ്റെ റൈസ് കുക്കറിൽ ഇറക്കിയിടാന്ന് വിചാരിച്ച്. അങ്ങനെ അടിച്ചു തരുമ്പോൾ മക്കൾ ഈ ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ ഇല ഇങ്ങനെ പറിച്ചിടും. അപ്പോൾ മോളെന്നെ എടുത്ത് താങ്ങി, പിന്നെയും 2 ഇല ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഇവിടെ വെക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതിങ്ങനെ അയിമ വെക്കുക കേട്ടോ, മക്കൾ കണ്ടാൽ അതിങ്ങനെ പറിച്ചിടും. അങ്ങനെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഫോണുമ്മലൊക്കെ നോക്കി കുറച്ച് മുറ്റടിച്ച് വന്ന് ഭയങ്കര ക്ഷീണം. എല്ലായിടത്തും അടിച്ചിന് വരുമ്പോഴത്തേനെ തോനെ ചണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഇത്. അപ്പം മോള് പേരയ്ക്കും മുന്തിരി ഒക്കെ പാടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ പാലടിച്ചിങ്ങാണ്ട് കൊണ്ടു തന്നപ്പോൾ അത് കുടിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ ചോറ് വെന്തുക്കണം കേട്ടോ. അപ്പം പിന്നെ ഞാൻ അത് ഊറ്റിയെടുത്തിട്ട് പിന്നെ മീനുണ്ട്, മീൻ കിട്ടിക്കണ്, രാവിലെ കിട്ടീനല്ലോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടില്ല. അപ്പം ഞാൻ ചോറ് ഊറ്റിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ അതൊക്കെ മീനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിന്ന്, അതിലാണല്ലോ. അപ്പോൾ അത് കുറച്ച് പൊരിക്കും ചെയ്യണം, കുറച്ച് കറിയും വെക്കാമെന്ന് വിചാരിച്ച്.